എൻ്റെ അമ്പോ. നോക്കിയും കണ്ടൊക്കെ ഇറങ്ങുക. ആഴമുണ്ട്, കൈയും വിട്ടേ. അതാ ചിക്കനൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുരിശുമല, വാഗമൺ കുരിശുമലയുടെ മുമ്പിലാട്ടോ. വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിനി പോകേണ്ടത് അവിടെ നിന്ന് റൈറ്റ് ഒരു വഴിയുണ്ട്, അങ്ങോട്ട് പോകേണ്ടതെന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥലത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കോട്ടത്താവളം എന്നാണ് കേട്ടോ. ഞാനിതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. ഈ സ്പോട്ട് ഗൂഗിൾ മാപ്പിലാട്ടോ കണ്ടത്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് 2 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടി നടന്നാലേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. അടിപൊളി സ്പോട്ടാണെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടെൻ്റൊക്കെ അടിച്ച് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. ചെറിയ രീതിയിലുള്ള മൂടലൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യില്ലായിരിക്കും, വെയിലുമുണ്ട്, ആകാശം ഒന്ന് മൂടിയിട്ടുമുണ്ട്. അപ്പോൾ അതെ നമ്മളൊരു റോഡ് എൻഡിൽ ചെന്നെത്തി കേട്ടോ. ഇവിടെ നിന്ന് നടക്കേണ്ടി വരും. വണ്ടി എന്തോരത്തോളം പോകുമെന്ന് അറിഞ്ഞൂടാ. അവിടെ കുറച്ച് പാർക്കിംഗ് ഉണ്ട്, അവിടെ തന്നെ വണ്ടി നിർത്താം. അപ്പോൾ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഇവരുമായിട്ട് സംസാരിച്ചോട്ടോ. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാം, ഇവിടെയൊക്കെ ഒരു ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വഴിയായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്. കണ്ട, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. 2 കിലോമീറ്റർ. ഞാൻ ഈ ബാക്ക് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും 1 മണിക്കൂർ എടുക്കും. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടെ. അപ്പോൾ അവരവിടെ നിന്ന് ടെൻറ്റ് സ്റ്റേ ആണ് മുകളിൽ. നമുക്ക് താഴത്ത് ടെൻറ്റ് സ്റ്റേ അടിക്കാൻ പറ്റുമോ നോക്കാം. താഴത്ത് ടെൻറ്റ് സ്റ്റേ അടിക്കണമെങ്കിൽ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞത്. കാരണം അവിടെ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് 2 കിലോമീറ്റർ നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 3 മിനിറ്റായിട്ട് നടക്കും കേട്ടോ. നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ. നോക്കി, വേറെ ഒറ്റ മനുഷ്യരും ഇല്ല. ശരിക്കും ഹിഡൻ സ്പോട്ട് തന്നെ കേട്ടോ അത്. താഴത്തോട്ടൊരു വഴി കാണുന്നുണ്ട്, നേരെയും വഴി കാണുന്നുണ്ട്. താഴത്തോട്ടായിരിക്കും. അവിടുത്തെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. വെള്ളം കുറവാണ്. പുള്ളിയും പറഞ്ഞായിരുന്നു വെള്ളം കുറവാണെന്ന്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്നും പറഞ്ഞു. താഴത്തോട്ട് ഇറങ്ങിച്ചല്ല. നല്ല ഇറക്കമാണ്. ഞാൻ ക്യാമറ ഒന്ന് പോക്കറ്റിൽ വെക്കട്ടെ, അല്ലെങ്കിൽ തെന്നും. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നേരത്തെ ഇവിടെ ഇരുന്നു കേട്ടോ. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇത് നോക്കി, ഇറക്കം നോക്കി, കുത്തനുള്ള ഇറക്കമാണ്. കാലിത് കസേര പോലെ ഇങ്ങനെ ഇരിക്കുക. ഇതെന്താ ഇങ്ങനെ ഇവിടെ ഇറങ്ങിച്ചല്ലാണ് നമുക്ക്. ക്യാമറയിൽ അത്ര കിട്ടുമെന്ന് പറഞ്ഞുകൂടാ. ക്യാമറയിൽ ആ ഇറക്കം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നല്ല ഇറക്കം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. ഈ ബാഗ് ഉള്ളതുകൊണ്ടാണ് സീൻ. ബാഗ് വരുമ്പോൾ നല്ല വെയിറ്റ് വരുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഇത്തിരി പണിയാണ്. പയ്യെ ഇറങ്ങുന്നത്. അപ്പോൾ 3/4 മണിക്കൂർ എന്ന് പറഞ്ഞത് മിക്കവാറും എനിക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുമായിരിക്കും. ഒരു ഇൻഫിനിറ്റി പൂൾ പോലത്തെ വെള്ളച്ചാട്ടം ഇട്ടത്. അവിടെ നിന്ന് നിറഞ്ഞ് ഒഴുകി പോണാൽ കാണാൻ പറ്റും. ഇനിയും കുറച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തും. ഇത് നോക്കി, ഇതെന്ത് ജീവി ഇത്? ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു ജീവിനെ കാണണം. മരം പോലെ ഇരിക്കണം. അപ്പം ഇനി ബാക്കി ഇറങ്ങാം. എൻ്റെ മോനെ, സ്ഥലം നോക്കിയേ. ഒറ്റ മനുഷ്യനുമില്ല. വെള്ളം നോക്കി നമ്മൾ ഒഴുകി അങ്ങോട്ട് പോവാ. കുറച്ച് ദൂരം കൂടി ഉള്ളു എത്താനായിട്ട്. നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ ഞാൻ കാണുന്നുണ്ട് ഇവിടെ തന്നെ. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അത് എവിടെ അടിക്കുമെന്ന് നമുക്ക് നോക്കാം. അവിടെയൊക്കെ ടെൻ്റ് അടിച്ച് അടിപൊളിയായിരിക്കും. വെള്ളം കയറി വരുമെന്ന് അറിയാത്തത്. തൽക്കാലം ബാഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടം നോക്കി,
നല്ല ഭംഗിയല്ലേ? ആരുമില്ല ഈ പ്രദേശത്ത്. പിന്നെ ആൾക്കാർ നേരത്തെ വന്നു പോയതിൻ്റെ ഇതുണ്ടോ, കുപ്പിയും എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അധികം ആൾക്കാരൊന്നും വരാത്ത കാരണം ക്ലീനായിട്ട് കിടപ്പുണ്ട്. ഓ, ഇവിടെ ഒന്നും വലിയ ആഴമില്ല കേട്ടോ. അടിവശം കാണാൻ പറ്റും, നല്ല തെളിഞ്ഞ വെള്ളം, അടിപൊളി. ഗോപുരം ഉണ്ടായിരുന്നെങ്കിൽ അണ്ടർ വാട്ടറൊക്കെ എടുക്കാമായിരുന്നു. ഓ, വേഗം ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാൻ തോന്നുന്നു. ടെൻ്റൊക്കെ വേഗം പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, എന്നിട്ട് വെള്ളത്തിലും കുറച്ച് നേരം ഒന്ന് ഇറങ്ങാം. നമ്മൾ അവിടെ ടെൻ്റ് അടിക്കാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ വെള്ളമൊക്കെ ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാം. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നീന്താം. എന്നിട്ട് രാത്രി കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ടെൻ്റ് ഇത്തിരി മുകളിലോട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം. ടെൻ്റ് ഇപ്പോൾ ആദ്യം അവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമുക്ക് നിന്ന് വെള്ളത്തോട്ട് ഇറങ്ങാം. നല്ല തണുപ്പട്ടാ. അമ്മോ, വഴുക്കലുണ്ട് താഴെ, നല്ല വഴുക്കലാണ് കേട്ടോ. ആഴത്തിലോട്ട് ഇറങ്ങാം. കുപ്പിച്ചിലൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എൻ്റെ കയ്യിലാണ് മൈക്ക് ഇരിക്കണേ. മൈക്കൊന്ന് സെറ്റ് അവിടെ നിന്ന് വെച്ചേക്കട്ടെ കേട്ടോ. അവിടെ നിന്നോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. അവിടെ വെച്ചിട്ടുണ്ട് മൈക്ക്. ഓ, പൊളി. തണുപ്പ്. നല്ല തണുപ്പ് കേട്ടാ. പെട്ടെന്ന് തണുപ്പടിക്കുമ്പോളേ കതച്ചു പോണ്. ഞാൻ നീന്താൻ പഠിച്ച സമയത്തെ ആദ്യമായിട്ട് പഠിച്ചത് ബാക്ക് സ്ട്രോക്കാണ് കേട്ടോ. കേട്ടോ, അതായത് ചുമ്മാ മലന്ന് കിടന്നാൽ മതി, പൊങ്ങിക്കിടന്നോളൂ. ടെൻഷൻ ആവരുത്, പാനിക് ആവാണ്ട് വെറുതെ ഇങ്ങനെ മലന്ന് കിടന്നു കഴിഞ്ഞാൽ പൊങ്ങിക്കിടന്നോളൂ. ഇങ്ങനെ
ഇവിടുത്തെ ആഴം എന്ന് പറഞ്ഞത് ഇത്ര ആഴമുണ്ട്. ഇത്രേ ആഴം കുറവാ, അവിടെ ആഴമുള്ളു. നല്ല മസാജ് കിട്ടണമല്ലേ മുതുകത്തെ വെള്ളം വന്ന് തൊടുമ്പോ. ഇനി നീന്തൽ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതായത് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനാട്ടോ. അപ്പൊ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നൂഡിൽസിലിട്ടിട്ട് മാഗി നൂഡിൽസിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. സെറ്റായിരിക്കും. പിന്നെ നാളെ രാവിലത്തേക്കുള്ള കാപ്പിപ്പൊടിയും എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളതാ ഇത്ര നേരം നീന്തിയത് അവിടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ നീന്തി. ഇവിടെ നല്ല ആഴമുണ്ട്, കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇവിടെ. ഇതിൽ ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ധൈര്യത്തിൽ ഇറങ്ങുന്നത്. പിന്നെ മലവെള്ളപ്പാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴുകി പോകും കേട്ടോ. അപ്പോൾ ഈ വശത്ത് വലിയ ആഴമില്ല, പക്ഷെ ഈ വശത്ത് നല്ല ആഴമുണ്ട്. മുകളിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. അപ്പോൾ നമുക്ക് ആളുള്ള സ്ഥലത്തോട്ട് കുറച്ച് ഇറങ്ങാം. നമ്മൾ മര്യാദക്ക് നീന്താലോ, കാലൊന്ന് താഴ്ത്തിരിക്കാണ്ടേ. വലിയ ആളുമില്ല കേട്ടോ. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇത്ര നെഞ്ചു വരെ, വലിയ ആഴമൊന്നുമില്ല. സേഫാ. ആഴമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാറ ചവിട്ടാൻ കിട്ടും, പക്ഷെ അത് വഴുക്കലാണത്. മര്യാദക്ക് നീന്തൽ അറിയാത്തവരൊന്നും ഇറങ്ങാതിരിക്കുക. പിന്നെ നീന്തൽ അറിയാവുന്നവരാണെങ്കിലും ഒറ്റക്കൊക്കെ വന്നിട്ട് ഇതുപോലെ ഇറങ്ങരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴവെള്ളപ്പാച്ചിൽ വരുവേ, നല്ല ഒഴുക്ക് വരും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വെള്ളം കയറണത്, നമ്മൾ ഒഴുകി പോവും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങുക. ആഴമുണ്ട്, കൈയും വിട്ടേ മുങ്ങിപ്പോവും. കണ്ടാ, എന്നാലും നീന്തി കുറച്ച് ടയർഡായി കഴിയുമ്പോൾ നമുക്ക് നല്ല വിശപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക. ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കാതെ തോന്നുന്നു. താഴ്ന്നു പോവാണെങ്കിലേ, ഇപ്പൊ കിടക്കുന്ന സമയത്തെ നീന്തൽ അറിയാത്തവർക്കാട്ടോ. നീന്തൽ എക്സ്പേർട്ടുകളൊക്കെ വേറെ ഉണ്ടാവും. ചുമ്മാ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടന്നാൽ മതി, പൊങ്ങി കിടന്നോളും. ഇനി താഴ്ന്നു പോവാണെങ്കിൽ തന്നെ കൈ കൊണ്ട് പയ്യെ തള്ളി കൊടുത്താൽ മതി. ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് തുടങ്ങാം. ലൈറ്റൊക്കെ പോകണമെന്ന് മുമ്പ് നമുക്ക് കുക്കിംഗ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരുപാട് ഇട്ടായി പോവേ, ഉറക്കൊക്കെ പോവും. ഇവിടം വരെ എത്തേൻ്റെ ആ ക്ഷീണമൊക്കെ പോയിട്ടോ. ഒരുപാട് മല ഇറങ്ങാനുണ്ടായിരുന്നു ഇങ്ങോട്ട്. നാളെ രാവിലെ ഒക്കെ കയറണം. അധികം നീന്തി ടയർഡാവാനും പാടില്ല. അപ്പോൾ ഇത് കണ്ടോ, അതായത് വെള്ളം ഈ ലെവൽ വരെയൊക്കെ എത്തോട്ടാ, ഈ ലെവൽ വരെയൊക്കെ എത്തും. അപ്പോൾ അതേ വെള്ളം ചുഴി വന്ന് കുഴിഞ്ഞേക്കണേ കാണുന്നത്. നല്ല റിസ്ക് ആട്ടോ. അപ്പോൾ വെള്ളമുള്ള സമയത്ത് ഇവിടെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ കുഴിഞ്ഞ് അടിയിൽ തന്നെ നടക്കും. പിന്നെ മുകളിലോട്ട് വരാൻ രക്ഷ ഉണ്ടാവില്ല. അതുണ്ടോ, ഓരോ സ്ഥലത്ത് അങ്ങനെ അതുപോലത്തെ ചുഴിയുണ്ട്. കണ്ടത് ഇവിടെ കണ്ട കുഴിഞ്ഞേക്കണ കണ്ട, പാറ മൊത്തം തുളച്ചേക്കണേ. ഇതിനകത്തും പൊടി മീനുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പ്രാണികളൊക്കെ തിന്ന് ജീവിക്കുമായിരിക്കും, അതേപോലെ പായലൊക്കെ തിന്ന് ജീവിക്കുമായിരിക്കും. പൊടി മീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അക്വേറിയം പോലെ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടില്ലേ.
ആ നമുക്കിപ്പോൾ കുക്ക് ചെയ്യാൻ പോവാം. അമ്മേ പ്രത്യേകിച്ചൊന്നുമില്ല. കുരുമുളക്, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ് ആട്ടോ. ഒരു തക്കാളി കൂടി പിഴിഞ്ഞിടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഒരു പകുതി നാരങ്ങ, നല്ല നിലാവുണ്ട് കേട്ടാ. നിലാവുണ്ട്, ക്യാമറയിൽ അത്ര കാണാൻ പറ്റൂല, ലൈറ്റ് ഇട്ടാലേ കാണുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റത്തോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ. അത് മതിയാവും. ഒരു ധൈര്യത്തിന് പെപ്പർ സ്പ്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ട്രിപ്പിലും കൊണ്ടുപോകാറുള്ളത് പെപ്പർ സ്പ്രേ. വല്ല മൃഗങ്ങളൊക്കെ വന്നാലേ, മനുഷ്യന്മാര് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആയുധം വേണമല്ലോ. കത്തിയും പെപ്പർ സ്പ്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ആദ്യം ഒരു സൂപ്പ് ഉണ്ടാക്കായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ ഗ്രാൻഡായിട്ട് നൂഡിൽസും ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇത് ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നൂഡിൽസിൻ്റെ അകത്ത് വെതറും. ഓക്കെ, നല്ല അടിപൊളി സ്പോട്ട്, ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്രാവശ്യം വന്നെ ഇവിടെ. അതാ ചിക്കനൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല നിലാവ്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഗ്യാസ് ഏതാണ്ടൊക്കെ തീരാറായിട്ടോ. നമ്മുടെ എല്ലാ വീഡിയോയിലുള്ള സെയിം സിലിണ്ടർ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. മിക്കവാറും അതിപ്പോൾ തീരും. വെള്ളം തിളച്ചു.
അപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത സിലിണ്ടർ ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇടാം. ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ എല്ല് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മാത്രമേ ഇടുള്ളൂ. അങ്ങനെ കഷ്ണമാക്കി ഇടും. നേരെ പ്ലേറ്റിലോട്ടാക്കാം കേട്ടോ. ബാക്കിയുള്ള ചിക്കനൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് നാച്ചുറലായിട്ടൊരു ഡിഷ് വാഷറാട്ടോ. നേരെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, തന്നെ ക്ലീൻ ആയിക്കോളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം. കുറച്ച് കുരുമുളക് ഇടാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, അടിപൊളി. നല്ല റെസിപ്പി കേട്ടോ. വെറുതെ മാഗി കഴിക്കണേക്കാട്ടും നല്ലത് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് ആയി. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഓ ക്ലീനായിട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉറങ്ങാം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് തണുപ്പായിരിക്കും, ആ വെള്ളത്തിൽ ചാടാൻ പറ്റുമോ നോക്കട്ടെ. രാവിലെ ഒന്നും കൂടി അടിപൊളിയായിരിക്കും തണുപ്പത്ത്. എന്നിട്ടൊരു ചായയും കുടിച്ച് നൈസായിരിക്കും. നേരെ പാക്ക് ചെയ്ത് പോവാം. പോണ കാര്യം ആലോചിക്കുമ്പോഴാണ് 2 കിലോമീറ്റർ നടക്കണം. നല്ല കയറ്റോ. ഇറങ്ങാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ കയറുമ്പോൾ എന്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ രാവിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 6:45. അപ്പോൾ നമുക്ക് പുറത്തുള്ള വ്യൂ ഒക്കെ നോക്കാം. ഞാനൊരു 6 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേറ്റായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് ഇരുട്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചൊക്കെ വെളിച്ചം വന്നത്. ഇപ്പോൾ ഒരു എന്താണ് 2 മലയുടെ ഇടയ്ക്കായതുകൊണ്ടുണ്ടല്ലോ വെട്ടം പറയാനായിട്ട് കുറച്ച് താമസിക്കും. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാപ്പി ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഇപ്പോൾ വിശപ്പില്ല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. നല്ല തണുപ്പാണെങ്കിൽ ഇറങ്ങൂല.
അപ്പോൾ നോക്കാം, നമുക്കിപ്പോൾ പുറത്തുള്ള വ്യൂ ഒന്ന് കാണാം. ആഹാ, ഓ ടെൻറ്റ് തുറന്നപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റായിട്ട് വീശുന്നത്. നമ്മൾ ആ വശത്തോട്ട് ഇതുവരെ പോയില്ലല്ലേ. നമുക്കൊന്ന് ചായ കുടിച്ചിട്ടെ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ടെൻറ്റ് നേരത്തെ സെറ്റ് ചെയ്തത് ഇവിടെ ഇരുന്നു കേട്ടോ. നമ്മൾ അവിടെയൊക്കെ കുക്ക് ചെയ്തത് ഇന്നലെ വൈകുന്നേരം. അപ്പോൾ വെള്ളം കയറുമോ, വെള്ളത്തിൻ്റെ ലെവലെല്ലാം കൂടിക്കഴിഞ്ഞാൽ പണിയാവുമല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ റിസ്ക്കാണ് അവിടെ ടെൻറ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ടെൻറ്റ് മാറ്റിയത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പ്രദേശത്തോട്ടൊന്നും പോയില്ല കേട്ടോ. നമ്മളപ്പോൾ ഇവിടെയായിരുന്നു നീന്തിയത്, പിന്നെ അവിടെ ഒന്ന് പോയായിരുന്നു, അവിടേക്കൊന്ന് കയറി കണ്ടായിരുന്നു. ഈ വശത്തോട്ടൊന്നും പോയി നോക്കില്ല. ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂൾ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്, കണ്ട. നമുക്കവിടെ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചായ ഉണ്ടാക്കാം. ചായ അല്ല, കാപ്പി. തണുപ്പുണ്ട് കേട്ടാ. രാത്രി ഒരു 12 മണി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തണുപ്പ് അങ്ങോട്ട് കയറി. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 7 മണിയുടെ അടുത്തായി ഉണ്ടാവും. ഒരു 2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കുറയേണ്ടതാണ്. പക്ഷെ നമ്മൾ അതിന് മുമ്പ് ഇറങ്ങണം. വെയിൽ വരുന്ന മുമ്പേ ഇറങ്ങില്ല, കയറണം, മല കയറണം. ഓ, പഞ്ചസാര ഇട്ടില്ല. ടീ ബാഗ് വെച്ച് തന്നെ ഇളക്കാം. ആ, കൊള്ളാം. കണ്ടുപിടിച്ചതിൻ്റെ ഈ സ്ഥലം തപ്പിപ്പിടിച്ച് വന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെയും കിളികളുടെയൊക്കെ ഒച്ച മാത്രം. ഈ മൈക്കിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നേരിട്ട് വന്നതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം. തെളിഞ്ഞ വെള്ളവും. ഞാൻ ഇത് കുടിച്ചതിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
തണുപ്പ് തണുപ്പ് തണുപ്പ്. കാല് നനയുമ്പോ തന്നെ ഫ്രഷ് ആവും കേട്ടോ. മുഖം പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പിന്നെ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ, നെറ്റ്വർക്ക് ഒന്നും കിട്ടൂല. ഇടയ്ക്ക് വല്ല കുറച്ച് നേരത്തേക്ക് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് നെറ്റ്വർക്ക് വന്നാലായി. അല്ലാണ്ട് ഇന്റർനെറ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കാൻ പറ്റും. ആ ചെന്നടിച്ച സ്പോട്ടിലുണ്ടല്ലോ, അവിടെ ഇടയ്ക്ക് നെറ്റ് വരും, വിളിക്കാൻ പറ്റും കുറച്ച്. ഇടയ്ക്ക് വല്ലപ്പോഴും അപ്പം തന്നെ കട്ടായി പോകും. പിന്നെ ഉണ്ടല്ലോ, ഈ സോപ്പിൻ്റെ അടുത്ത് എപ്പോഴും ഈ വെള്ളക്കല്ലുണ്ടാവും. വേറൊരു സോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഉരുണ്ട കല്ലുണ്ടായിരുന്നു. അത് കണ്ട. അപ്പോൾ അതെന്താ സംഭവം? ഒരു വേറെ തരം കല്ലാണത്. ഇതുണ്ടോ? ഓ, ഇത് തേച്ച് കുളിക്കാനുള്ളതാണെന്നോ കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ളുണ്ട്. എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണ് ഈ കല്ലെന്ന്? ഒരു ഉരുണ്ട കല്ല്. ഇതുവരെ വേറെ തരം കല്ല. അത് കണ്ടോ? ഇത് സോപ്പാട്ടോ. കുളിക്കാൻ തേച്ചരച്ച് കുളിക്കാനുള്ളതാണോ അതോ തുണിയോല അലക്കാനുള്ളതാണോ എന്താണെന്നാവോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പാക്ക് ചെയ്യാം. അല്ലെങ്കിൽ കൂടെ ആലോചിച്ചിരിപ്പുണ്ടാവുള്ളൂ. ടെൻ്റ് എല്ലാം പാക്ക് ചെയ്തട്ടോ. വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഫുള്ള് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ആ പ്രദേശത്ത് എന്താ വ്യൂ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ എന്താണെന്നുള്ളത് നമ്മൾ ഇവിടം വരെയൊക്കെ എങ്ങാണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടം വരെ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഫോൺ കഴുകാനൊക്കെ എത്തുന്ന ഞങ്ങൾ അറ്റത്തോട്ട് പോയി നോക്കിയിട്ടില്ല. അതേ സ്ഥലം നോക്കി. എൻ്റെ അമ്പോ, വ്യൂ നോക്കി. കണ്ടോ? നേരത്തെ പോയ സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇൻഫിനിറ്റി പൂളൊക്കെ ഇട്ട് ഞാൻ വെള്ളത്തിലിറങ്ങിയില്ല, നമ്മൾ കാണാൻ വൈകിപ്പോയി. എന്തായാലും കണ്ടതിൽ സന്തോഷം. ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്.